അഗ്നിക്ക് പുസ്തകങ്ങളെ നശിപ്പിക്കാനാകും, എന്നാൽ അറിവിനെ നശിപ്പിക്കാനാവില്ല. ഭാരതത്തിന്റെ ഏറ്റവും പഴക്കം ചെന്ന നളന്ദ സർവകലാശാല ഉദ്ഘാടനം ചെയ്യുന്നതിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞ വാക്കുകളാണിവ. ഭാരത പൈതൃകത്തിന്റെ ഭാഗമായ നളന്ദ തിരിച്ചെടുക്കുകയാണ് മൂന്നാം മോദി ഭരണത്തിൽ നരേന്ദ്രമോദി ഇന്ത്യക്കായി സമർപ്പിക്കുന്ന മറ്റൊരു സംഭാവന. എന്തൊക്കെയാണ് പുതിയ നളന്ദ ക്യാമ്പസിന്റെ പ്രത്യേകതകൾ? എന്താണ് നളന്ദയുടെ പഴയ ചരിത്രം? ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന സർവകലാശാല ഏതാണെന്ന് ചോദിച്ചാൽ നമ്മൾ ഭാരതീയർക്ക് പറയാൻ പേരൊന്നേയുള്ളൂ: നളന്ദ സർവകലാശാല. ഓക്സ്ഫോർഡ് സർവകലാശാല സ്ഥാപിക്കപ്പെടുന്നതിനും 500 വർഷങ്ങൾക്ക് മുൻപേ പുരാതന ഇന്ത്യയിൽ വിദ്യാർത്ഥികളും അധ്യാപകരും താമസിച്ച് പഠിച്ചിരുന്ന ഒരിടം. 9 ദശലക്ഷം പുസ്തകങ്ങളുടെ ആവാസ കേന്ദ്രം. ഇങ്ങനെ തുടങ്ങി വിശേഷണങ്ങൾ പലതാണ് നളന്ദ സർവകലാശാലയ്ക്ക്. എന്നാൽ ഇന്നത്തെ തലമുറയിൽപ്പെട്ട പലർക്കും അപരിചിതമാണ് പഴയ സർവകലാശാലയുടെ ഈ ചരിത്രം. നളന്ദയുടെ പുരാവസ്തു അവശിഷ്ടങ്ങൾ ഇപ്പോൾ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഭാരതീയ പൈതൃകം വീണ്ടെടുക്കുകയാണ് നരേന്ദ്രമോദി സർക്കാർ. കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ, ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ, 17 രാജ്യങ്ങളിൽ നിന്നുള്ള അംബാസിഡർമാർ എന്നിവരും ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തിട്ടുണ്ട്. നളന്ദയുടെ പഴയ അവശിഷ്ടങ്ങൾക്ക് സമീപമാണ് സർവകലാശാലയുടെ പുതിയ ക്യാമ്പസ് സ്ഥാപിക്കുന്നത്. 1749 കോടി രൂപ ചിലവിൽ നിർമ്മിച്ച പുതിയ ക്യാമ്പസിൽ 40 ക്ലാസ് മുറികളുള്ള 2 അക്കാദമിക് ബ്ലോക്കുകളും മൊത്തം 1900 വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള സൗകര്യവും ഉണ്ടായിരിക്കും. പുതിയ ക്യാമ്പസിൽ 300 സീറ്റുകൾ വീതമുള്ള 2 ഓഡിറ്റോറിയങ്ങൾ, ഏകദേശം 580 വിദ്യാർത്ഥികളെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഹോസ്റ്റൽ സൗകര്യവും ക്യാമ്പസിന്റെ പ്രത്യേകതയാണ്. കൂടാതെ 2000 പേരെ ഉൾക്കൊള്ളാൻ കഴിയുന്ന രാജ്യാന്തര നിലവാരത്തിലുള്ള ഒരു ആംഫി തിയേറ്റർ, ഒരു ഫാക്കൽറ്റി ക്ലബ്ബ്, ഒരു സ്പോർട്സ് കോംപ്ലക്സ് എന്നിങ്ങനെയുള്ള വിവിധ സൗകര്യങ്ങളും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. 5ാം നൂറ്റാണ്ടിൽ സ്ഥാപിതമായ നളന്ദ സർവകലാശാല ലോകമെമ്പാടുമുള്ള പണ്ഡിതന്മാരുടെ ശ്രദ്ധാകേന്ദ്രം തന്നെയായിരുന്നു. 8 നൂറ്റാണ്ട് കാലത്തോളം ഇന്ത്യൻ വൈജ്ഞാനിക കേന്ദ്രമായി പ്രവർത്തിച്ചിരുന്ന ഈ സർവകലാശാല ആക്രമണങ്ങളെ 2 തവണ അതിജീവിച്ചെങ്കിലും ഒരു ഖിൽജി വംശജൻ എന്നേക്കുമായി ഇത് നശിപ്പിച്ചിരുന്നു. ഗ്രന്ഥശാലകൾ കത്തിയമർന്നാൽ മാത്രമേ സർവകലാശാല പൂർണ്ണമായും ഇല്ലാതാക്കാൻ സാധിക്കൂ എന്ന് മനസ്സിലാക്കിയായിരിക്കണം അയാളുടെ സൈന്യം ആദ്യം അഗ്നിക്കിരയാക്കിയത് നളന്ദ സർവകലാശാലകളിലെ ആ ഗ്രന്ഥശാലയായിരുന്നു. 800 വർഷക്കാലത്തെ പാരമ്പര്യം സൂക്ഷിച്ച ആ സർവകലാശാല 3 മാസക്കാലത്തോളം നിന്ന് കത്തിയെന്നൊരു കഥയുമുണ്ട്. ചുവന്ന ഇഷ്ടികൾ മാത്രം അവശേഷിക്കുന്ന ഒരു പുരാതന ലോകമായി മാറിയിരിക്കുകയാണ് ഇന്ന് നളന്ദ. 5ാം നൂറ്റാണ്ടിൽ ഗുപ്ത സാമ്രാജ്യത്തിന് കീഴിലാണ് നളന്ദ സർവകലാശാല ജന്മമെടുക്കുന്നത്. ഗുപ്ത സാമ്രാജ്യത്തിലെ കുമാരഗുപ്തനാണ് നളന്ദ സർവകലാശാല പണി കഴിപ്പിച്ചത്. ലോകമെമ്പാടുമുള്ള 2000-ഓളം അധ്യാപകരും 10,000-ഓളം വിദ്യാർത്ഥികളും ഇവിടെ താമസിച്ചായിരുന്നു പഠനം നടത്തിയിരുന്നത്. പാലാ സാമ്രാജ്യത്തിലെ ഭരണാധികാരികളുടെ പിന്തുണയോടെ ഈ സർവകലാശാല അഭിവൃദ്ധി പ്രാപിക്കുകയായിരുന്നു. ബംഗാൾ മേഖലയിലാകെ പടർന്ന പാലാ സാമ്രാജ്യത്തിന്റെ പതനത്തോടെയാണ് നളന്ദയും നശിച്ചു തുടങ്ങുന്നത്. ഭംഗൾ ഖിൽജി രാജവംശത്തിന്റെ സ്ഥാപകനായിരുന്ന മുഹമ്മദ് ബക്തിയ ഖിൽജിയുടെ പടയോട്ട കാലത്തായിരുന്നു നളന്ദ ആക്രമിക്കപ്പെടുന്നത്. 1190കളുടെ തുടക്കത്തിൽ ഇന്ത്യയുടെ വടക്കും കിഴക്കും കീഴടക്കിയപ്പോൾ നളന്ദയെ മാത്രം ഒഴിവാക്കി നിർത്താൻ തോന്നിയില്ല. അധികാരം പൂർണ്ണമായും ഉറപ്പിക്കാൻ സർവകലാശാലയും നശിപ്പിക്കാൻ തീരുമാനിച്ചു. കെട്ടിടങ്ങളിലേക്ക് തീയെറിഞ്ഞ് ഗ്രന്ഥശാലകളടക്കം സകലതും അഗ്നിയിൽ വെണ്ണീറായി. അവിടെ പുരാതന ഇന്ത്യയുടെ വൈജ്ഞാനിക പാരമ്പര്യത്തിന്റെ അവസാനം കുറിക്കുകയായിരുന്നു. ഇന്നിതാ നരേന്ദ്രമോദി സർക്കാരിന്റെ ഭരണത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് നളന്ദയുടെ വീണ്ടെടുപ്പ് നടത്തുകയാണ്.